ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിൽ സത്യം നമ്മുടെ വിഷു റിലീസായിട്ട് 3 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവേശം കണ്ട് ആവേശത്തിൻ്റെ അവസരത്തിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ടിക്കറ്റ് എടുത്തു. കാരണം അതൊരു ഫീൽ ഗുഡ് ചിത്രമാണ്. കാരണം നമ്മളത് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഡയറക്ടറിലുള്ള വിശ്വാസം അതുപോലെ തന്നെ അതിൻ്റെ കാസ്റ്റിങ്ങും ഒക്കെ നോക്കി തന്നെ വർഷങ്ങൾക്ക് ശേഷം കാണണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ സമീപകാലത്ത് വെച്ചിട്ട് ഇത്രയേറെ ഒരു താരങ്ങളുള്ള ചിത്രം വേറെ ഉണ്ടാവില്ല മലയാളത്തിൽ തന്നെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വർഷങ്ങൾക്ക് ശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷനും തിരക്കഥയും രചിച്ചത് വിനീത് ശ്രീനിവാസനാണ്. നിർമ്മാണം വൈശാഖ് സുബ്രഹ്മണ്യമാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഒട്ടുമിക്ക താരങ്ങളെല്ലാവരുമുള്ള ഒരു മൾട്ടി സ്റ്റാർ ചിത്രം വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന അത്രയേറെ കാസ്റ്റിംഗ് ഉണ്ട്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി, നീരജ് മാധവ്, ബേസിൽ ജോസഫ്, ദീപക് തുടങ്ങിയ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ വിനീത് ശ്രീനിവാസൻ അത്രയേറെ താരങ്ങളുണ്ട്. ബാക്കി ഒരാളും കൂടി ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ട്രെയിലർ കണ്ടാൽ നമുക്കറിയാം ഒരു കലയും സൗഹൃദമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ട്രെയിലർ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കാണാൻ ശ്രമിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങുകയെങ്കിൽ നമ്മുടെ ഒരു പഴയൊരു ഗ്രാമമാണ് കാണിച്ചിട്ടുള്ളത്. ആ ഗ്രാമം കാണിക്കുന്ന ഒരു എന്തോ തരം ഫ്രഷ്നെസ്സോട് കൂടി തന്നെ കാണിച്ചിട്ടുള്ള ഒരു പാട്ടോട് കൂടി തന്നെയാണ് തുടക്കം വരുന്നത്. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സംഗീതത്തിൻ്റെ സംഗീതമയമായ ഒരു തീവ്രത കാണിച്ചു തരുന്നുണ്ട്. കാരണം ഗ്രാമവും അവിടുത്തെ ചെറിയ എന്താ പറയുക പറമ്പും നാടകവും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ധ്യാനിൻ്റെ ചെറുപ്പകാലത്ത് നിന്നാണ് തുടങ്ങുന്നത്. പഴയൊരു കാലഘട്ടം, ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ അയാളുടെ ഇടയിലേക്ക് ഒരു പുതിയൊരു സുഹൃത്ത് കടന്നു വരികയാണ്. മുരളി എന്ന് പറയുന്ന കഥാപാത്രം. മുരളിയും ധ്യാനിച്ചിത കഥാപാത്രമായി സുഹൃത്തുക്കളാവുന്നു. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാവിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഹാവിൽ എന്ന് പറയുമ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് അതുമായി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അവർ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ സുഹൃത്തിനെ അന്വേഷണമൊക്കെ ആയിട്ടൊക്കെയാണ് സെക്കൻഡ് ഹാഫ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫിൽ പറയുമ്പോൾ കുറച്ച് ഇമോഷൻസും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ട്, പ്രത്യേകിച്ച് ധ്യാനും പ്രണവും തമ്മിലുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതേ പാത തന്നെയായിരിക്കും സെക്കൻഡ് ഹാഫിലെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ നിന്ന് പോയിരുന്നു. പക്ഷേ അതല്ല, സെക്കൻഡ് ഹാഫ് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകം തന്നെയാണ് നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഈ ഫസ്റ്റ് ഹാഫിൽ ഈ രണ്ട് സുഹൃത്തുക്കൾ സിനിമ എന്ന് പറഞ്ഞ മോഹമായിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറുന്നു. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒരാൾ വിജയിക്കും ഒരാൾ പരാജയപ്പെടിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു മേക്ക് ഓവർ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 3 കാലഘട്ടമായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ധ്യാൻ എന്ന് പറയുന്ന നടനിലയിൽ കാണാൻ സാധിച്ചത്. ഇതിൽ ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫിലും ചിത്രം മുഴുവനായിട്ട്. കാരണം കുറച്ച് അവസാനത്തും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രമായി കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആപ്റ്റാണെന്ന് തോന്നുന്ന ഒരു പ്രകടനം തന്നെയാണ് ധ്യാൻ ഞാൻ മികച്ചൊരു കൈയിട്ട് തന്നെ കൊടുക്കണം. കാരണം തീർച്ചയായിട്ടും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ധ്യാൻ ശ്രീനിവാസനിൽ നിന്നും ഇത് ഇത്രമേറെ ഒരു ഇങ്ങനെ റോൾ അദ്ദേഹം ചെയ്യുന്നു. കാരണം ട്രെയിലറിൽ നിന്നും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ധ്യാനിൻ്റെ മികച്ച ചിത്രങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം ഇതായിരിക്കുന്നു. കാരണം മികച്ച ഒരു പ്രണയം തന്നെയാണ്. ബാക്കിയുള്ളതിലൊക്കെ ചളിയും കോമഡി വാരിയിട്ടും പറ്റാത്ത ക്യാരക്ടറല്ല ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റിയ അത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുക, പ്രണവിനെ കുറിച്ച് പറയുമ്പോൾ ഈ പഴയൊരു കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ പഴയൊരു ലാലേട്ടനോ വരുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുണ്ടാകും. കാരണം ആ ഡ്രസ്സും അതുപോലെ തന്നെ ആ താടി ആ മീശപിരിവും അതുപോലെ തന്നെ ഈ പാട്ട് ഗസൽ വായിക്കുന്ന ചില സീൻസും ആ കള്ളൂടി സീൻസൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പഴയൊരു ലാലേട്ടൻ തോന്നാൻ സാധിക്കുന്നുണ്ട്. കാരണം അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയുകയെങ്കിൽ നമ്മൾ പ്രണവ് ഇപ്പോൾ ഹൃദയത്തിലാണെങ്കിലും അതിന് മുമ്പുള്ള ചെയ്തിട്ടുള്ള ആദിയിലാണെങ്കിലും അതിലെന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ പ്രണവ് തന്നെയാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിലും. പക്ഷേ കുറച്ചും കൂടി മെച്യൂറായിട്ടുള്ള ശരീര ഭാഷയിലുള്ള മാറ്റങ്ങളൊന്നും മാത്രമല്ലാതെ പ്രത്യേകിച്ചും കാര്യമായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നിയില്ലെങ്കിലും ഒട്ടും തന്നെ അദ്ദേഹത്തിന് കൊടുത്തുള്ള റോള് ബോറാക്കാതെ തന്നെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടു പറഞ്ഞിട്ടുള്ള അതേ അഭിനയം മുഹൂർത്തങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പ്രണവിൽ കാണാൻ സാധിച്ച്. നോട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ പഴയൊരു പ്രണവ് അത് ഇതിലുണ്ടെന്ന് മാത്രം.
അതിങ്ങനെ ഫസ്റ്റ് ഹാഫിൽ സുഹൃത്തുക്കളും പ്രശ്നങ്ങളും കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് അന്വേഷണമൊക്കെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് നടന്മാരുടെ കടന്നുവരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എടുത്ത് പറയേണ്ട നീരജ് മാധവ് ഇതിൽ ഫസ്റ്റ് ഒരു റോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് റോളെങ്കിൽ പോലും ആൾ ചിരിപ്പിക്കും, ഒരുപാട് ചിന്തിച്ച് ആൾ പോയി ആളെ ഭാഗം ക്ലിയർ ആക്കിയിട്ട്. അതുപോലെ ബേസിൽ ജോസഫ് കടന്നു വരുന്നുണ്ട്. കാരണം ബേസിലിനൊക്കെ ഇത്രത്തോളം സപ്പോർട്ടാണ് അതിൽ യാതൊരു സംശയമല്ല. കാരണം ആ പ്രസൻസ് കുറച്ച് സീൻസിലും അങ്ങോട്ട് ബേസിലാണെങ്കിൽ പോലും ആ ഇൻട്രോയും അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു പ്രസൻസ് കണ്ട് എന്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ബേസിലിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിന് ശേഷമാണ് നമ്മുടെ താരത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനായിരുന്നു നിവിൻ പോളി. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പടമാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഹാഫ് നിവിനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കഥ. കാരണം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിലാണ് നിവിൻ വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇതിൽ നമ്മൾ ട്രെയിലർ കണ്ട പോലെ നെപ്പോട്ടിസം എന്ന ട്രെയിലർ കണ്ട കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ആ സാധനം വെച്ചിട്ടുള്ള അദ്ദേഹം ശരിക്കും എന്താ പറയുക ഞെട്ടിച്ചു. കാരണം അത് നിവിനെ കൊണ്ട് പറ്റുള്ളൂ. കാരണം അത്രയേറെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം സെൽഫ് ട്രോൾ എന്നാണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രണവ് പറയുന്നുണ്ട്, പിന്നെ ഈ വയസ്സങ്കാലത്താണ് ഈ കോടിപ്പടി കയറാൻ തന്നെ വയ്യപ്പോഴാണ് ഹിമാലയം എന്നൊക്കെ പറയുന്നുണ്ടാവാൻ. കാരണം പ്രണവ്, അതുപോലെ വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ ധ്യാന്, നിവിൻ പോളി, കാരണം അവരെ തന്നെ സ്വയം ട്രോളുന്നു. കാരണം നിവിൻ പറയുമ്പോൾ ഒരു നടനായിട്ടാണ്. കാരണം തൻ്റെ 7 ചിത്രങ്ങൾ പരാജയപ്പെട്ടു, 8ാം ചിത്രമാണ് ഇവരോട് അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ 7 ചിത്രം പൊട്ടി, ഇതും പൊട്ടു നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ആ മനുഷ്യൻ വെറുതെ നിന്നാൽ മതി. കാരണം ഒന്നും അല്ലെങ്കിൽ വേണ്ട ഒന്നൊരു നോക്കിയാൽ മതി, അപ്പോൾ തന്നെ ചിരി പാട്ടിരും. അത്രയേറെ ഗംഭീരമായിട്ടാണ് നിവിൻ പോളി ചെയ്തിട്ടുള്ളത്. നമ്മൾ തമ്പ്ലൈനിൽ പറഞ്ഞ പോലെ തന്നെ നിവിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു പിന്നീടാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടത്. വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ ഒരു മികച്ച പ്രകടനം എനിക്കിത് കാണാൻ സാധിച്ചത്. ബാക്കി പിന്നെ പടവട്ടൊക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ സാധിച്ചു. പക്ഷേ പഴയൊരു നിവിൻ്റെ നമ്മുടെ വടക്കൻ സെൽഫിയിലോ തട്ടത്തിമറയത്തിലോ പ്രേമത്തിലോ കണ്ടുള്ള ആ കോമഡിയുള്ള നിവിനെ കാണാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും എല്ലാ കുറവുകളും മാറ്റിയിട്ട് ഇതിൽ നിവിൻ പോളി വന്നിട്ട് നിവിൻ മൂളി എന്നാണ് നിവിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഒരു നടനായിട്ടാണ് ഇതിൽ പറയുന്നുണ്ട്. വാട ബോക്സ് ഓഫീസിൽ വീര വാട എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. മുന്നേ നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് നിവിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ പാട്ട് ഒരുക്കിയ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആരും സിനിമയ്ക്ക് കൈ പിടിച്ച് കൊടുന്ന് വന്നതല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നിട്ട് ആ പട്ടികളെ എന്ന് പറയുന്നുണ്ട് ഇതിലൊക്കെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ട്രോളുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, ഈ കഥാപാത്രങ്ങളുടെ ഭാഗം എടുത്തു പറഞ്ഞ അജു വാരിസിൻ്റെ കഥാപാത്രമാണ്. അജു വാരിസ് 2 കാലഘട്ടത്തിലായിട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും ആ ഫസ്റ്റ് ഹാഫിൽ അജു വാരിസിൻ്റെ പ്രസൻസും കണ്ടപ്പോൾ എന്തൊക്കെയോ ഇല്ലാത്തൊരു ഫീലിംഗാണ് തോന്നിയത്. കാരണം അങ്ങനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ജുബി ആ നടത്തും കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. കാരണം കുറച്ച് ഏജിലുള്ള കഥാപാത്രമാണെങ്കിൽ പോലും ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഇപ്പോഴും ആ ഒരു കഥാപാത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ചെറിയൊരു ഇമോഷണലായിട്ട് ഒരു ചെറിയ ടച്ച് ഉണ്ട്. കാരണം അങ്ങനെ വേണ്ടിയിരുന്നില്ലെന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അത്രയേറെ മനോഹരമായിട്ട് ഓരോ വ്യക്തികളും ചെയ്തു. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഇതിൽ ഏജറായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രണവിൻ്റെ ഏജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊട്ടും തന്നെ ആപ്റ്റാകാത്ത പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധ്യാനിൻ്റെ സൗണ്ടും ഒക്കെ മോഡുലേഷനൊക്കെ മാറ്റി പഠിക്കുമ്പോഴും പ്രണവ് എന്താണ് മുമ്പ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ ചെയ്തത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡെപ്ത് ഇല്ലാതെ തന്നെയാണ് അതേ രീതിയിൽ തന്നെ ഫ്ലാറ്റായിട്ട് തന്നെയാണ് ആ ഏജറായാലും പറഞ്ഞിട്ടുള്ളത്. ഒട്ടും തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു മികച്ച ഒരു ചിത്രം തന്നെയാണ്. കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോസിറ്റീവൊക്കെ എടുത്ത് പറയേണ്ടതിൻ്റെ ഡയറക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിംസും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വിനീത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറി കാര്യങ്ങൾ തന്നെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ എടുത്ത് പറഞ്ഞ പശ്ചാത്തലമായി വരുന്ന പാട്ടുകൾ, കാരണം പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ട് തന്നെയാണ് ഓരോ പാട്ടുകളും എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു പാട്ട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ സീൻ ഇങ്ങനെ ഒരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിന് എത്രമാത്രമാണോ യോജിച്ചത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിൽ ഓരോ പാട്ടുകളുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ ഈ പാട്ടുകളെല്ലാം അതിന് ആപ്റ്റാണെന്ന് തോന്നുന്നു. നല്ല രസമായിട്ട് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാനുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എടുത്ത് പറഞ്ഞ് പോസിറ്റീവായിട്ട് ഒന്നാമത്തെ ഘടകം പാട്ടുകൾ തന്നെയാണ്. അതിമനോഹരം തന്നെയായിരുന്നു. അതുപോലെ പ്രകടനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഓരോ വ്യക്തികളും അവരുടെ റോള് അത് ഗംഭീരമായി തന്നെ ചേർന്നെടുത്ത് പറയണം. ധ്യാൻ ശ്രീനിവാസും അതുപോലെ നിവിൻ പോളി, അജു വർഗീസ് ഒരു ആക്ഷൻ ഉണ്ടെന്നില്ല കിടിലമായിട്ട് തന്നെയാണ് 3 പേരും ചെയ്തിട്ടുള്ളത്. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഏജ്ഡായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ശ്രദ്ധിക്കാമായിരുന്നു. അതുപോലെ തന്നെ കോമഡി സീൻസൊക്കെ അല്ലെങ്കിൽ തന്നെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. പിന്നെ ചില പ്രണയ സീൻസൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് നിവിനും കല്യാണം തമ്മിലുള്ളത്. അത് ക്രിഞ്ച് എന്ന് വെച്ചാൽ പഴയൊരു ക്രിഞ്ച് വസ്തുക്കൾ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊട്ടും തന്നെ ഒരു ആക്റ്റാവാത്ത പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ 2 കഥാപാത്രങ്ങളുടെ കൊടുത്തുള്ള ക്യാരക്ടേഴ്സ് നന്നായിരുന്നു, നിവിനും അതിലെ പ്രണവും. പക്ഷേ ചില ഭാഗത്തൊക്കെ കെമിസ്ട്രി അങ്ങോട്ട് വർക്കൗട്ട് ആവാത്ത പോലെ തോന്നുന്നു. നമ്മുടെ ദാസനും വിജയനും അങ്ങോട്ട് ആപ്റ്റായ പോലെ ചില സീൻസിലൊന്നും അങ്ങോട്ട്
ഒത്തുവരാത്തകൾ പോലെ തോന്നിയെങ്കിലും ഒരു തവണ കാണാവുന്ന നല്ല ചിത്രം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നിവിൻ പോളിയുടെയും അതുപോലെ തന്നെ അജു വർഗീസും ധ്യാനും വിനീതും പ്രണവും എല്ലാം കൂടി ഒന്നിച്ചപ്പോൾ അത് ഗംഭീരമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ ഒരു ഇടത്തും കാത്തിരിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.